DB കില്ലർ ഊരി മാറ്റിയിട്ടുണ്ട്. ഡ്യൂൽ എക്സോസ്റ്റ് ആണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സൗണ്ട് നൈസാണ്. അതും കൂടി നോക്കാം. നമ്മൾ കരുതുന്ന പോലെ ഒരു ടിപ്പിക്കൽ റിട്രോ മോട്ടോർ സൈക്കിൾ അല്ല ഇത്. ഏറ്റവും പുതിയ SD റോഡ്സ്റ്റർ ഏകദേശം 300 കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് എന്താണ് തോന്നിയെന്ന് പറയാം. സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. ഡീസന്റ് ആയിട്ടുള്ള ലോ ആൻഡ് ടോക്ക് ഉണ്ട്. ഒരു 40 kmph റേഞ്ചിൽ നമുക്ക് 6th ഗിയറിലിട്ട് വണ്ടി ഓടിക്കാം. ടോപ്പ് ഗിയറിൽ 4 to 6000 RPM ഒരു 80 to 100 വരെയൊക്കെയാണ് ഇതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള ക്രൂസിംഗ് സ്പീഡ്. അതിന് മേലെ പോകുന്നതോറും മിറേഴ്സിലും ടാങ്കിലൊക്കെ ഒരു ബസ്നസ് ഫീൽ ചെയ്യും. വേണമെങ്കിൽ 130+ വളരെ ഈസിലി കയറി വരുന്നൊരു വണ്ടിയാണ്. ഫുൾ ഗിയറിലായിരുന്നുകൊണ്ട് ഹീറ്റ് ഒന്നും കാലിലേക്ക് അടിച്ചിട്ടുമില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പെർഫോമൻസ് സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ പവർ ഡെലിവറിയും റിഫൈൻമെന്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആണ്. മോശമല്ലാത്ത ബ്രേക്സും ടയേഴ്സും വരുന്നുണ്ട്. റിയറിൽ 150 സെക്ഷന്റെ റേഡിയൽ ടയറാണ് വരുന്നത്. സസ്പെൻഷൻ ഓക്കെ എന്ന് പറയാം, പക്ഷേ ബമ്പി റോഡിൽ ഓടിക്കുമ്പോൾ അത്ര പ്ലാൻഡ് അല്ലാത്ത ഫീലാണ് കിട്ടിയത്. ഫുഡ് പെക്സ് പൊസിഷൻ കുറച്ച് മുന്നിലോട്ടാണ്. ആക്സസറി ആയിട്ട് വരുന്ന വൈഡ് ആൻഡ് സ്ട്രേറ്റ് ഹാൻഡ് ബാറുള്ള വണ്ടിയാണ് ഞാൻ ഓടിച്ചത്. ഓവറോൾ റൈഡ് മൊത്തം കംഫർട്ടബിൾ തന്നെ ആയിരുന്നു. 28 kmpയിലാണ് കമ്പനി പറയുന്ന മൈലേജ്. ഓയിൽ ചേഞ്ച് മാത്രം വരുന്ന പെയ്ഡ് സർവീസിന്റെ കോസ്റ്റ് വർഷത്തേക്ക് 5000 രൂപ റേഞ്ചിൽ വരാം. GST കട്ടും കൂടി വരുമ്പോൾ പുതിയ ഓൺ റോഡ് പ്രൈസ് 2.3 lakhs റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ റിട്രോ സെഗ്മെന്റിൽ നല്ല റോഡ് പ്രസൻസ് ഉള്ള, റോഡിൽ അധികം അങ്ങനെയൊന്നും കാണാത്ത പെർഫോമൻസും ലുക്സും ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇനി DB കില്ലർ ഇളക്കിയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടും കൂടെ കേട്ടു പോകാം.